ഇപ്പോൾ പരുന്ത് എന്നെ ഇറക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പരുന്ത് വീണ്ടും പറക്കാൻ തുടങ്ങി. അങ്ങനെ പറന്ന് അവർ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു സ്ഥലത്തിന് മുകളിലൂടെ പറക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ രാജാവ് വിചാരിച്ചു ഇവിടെ എന്നെ ഇപ്പോൾ ഇവനെ ഇറക്കുമെന്ന്. പക്ഷേ അവിടെയും ഈ പരുന്ത് അവനെ ഇറക്കിയില്ല. വീണ്ടും അവരിങ്ങനെ പറന്ന് വളരെ ഈ മഞ്ഞൊക്കെ മൂടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള മൗണ്ടെയ്ൻസിന് മുകളിലൂടെയാണ് അവർ പറക്കാൻ തുടങ്ങിയത്. പക്ഷെ അവിടെയും പരുന്ത് സ്റ്റോപ്പ് ചെയ്തില്ല. പിന്നെയും പറന്നു നല്ല ഫോറസ്റ്റിൻ്റെ മുകളിലൂടെയും മറ്റു മലനിരകളുടെ മുകളിലൂടെയൊക്കെ അവർ പറന്നു. പക്ഷെ അവിടെ ഒന്നും പരുന്ത് സ്റ്റോപ്പ് ചെയ്തില്ല. അവസാനം അവർ പറന്ന് ഒരു മരുഭൂമിയുടെ അടുത്തേക്ക് എത്തി. അവിടെ ഒരു ഉണങ്ങിയ ഒരു മരവും അതേപോലെ തന്നെ ചുറ്റിലും പാറകളൊക്കെ ആയിട്ടുള്ള നേരത്തെ കണ്ട അത്രയൊന്നും മനോഹരമല്ലാത്തൊരു സ്ഥലം. അവിടെ എത്തിയപ്പോൾ പരുന്ത് അവിടെ ലാൻഡ് ചെയ്തു. അപ്പോൾ രാജാവിന് അത്ഭുതമായി. ഇവന് ഇത്രയും മനോഹരമായ സ്ഥലമൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് എന്നെ ഇറക്കാണ്ട് വലിയ കാണാനൊന്നും രസമില്ലാത്തൊരു സ്ഥലത്താണല്ലോ ഇറക്കിയത്. പരുന്തിനോട് രാജാവ് ചോദിച്ചു, എന്താ നീ എന്നെ ഇവിടെ ഇറക്കാൻ കാരണം?